الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولكم في القصاص حياة يا أولي الألباب لعلكم تتقون സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. മുന്നിൽ ഏതെല്ലാം വിഷയങ്ങളും വിവാദങ്ങളും വരുമ്പോഴും ആ വിഷയങ്ങളെയും വിവാദങ്ങളെയും ശരിയാം വിധം വിശകലനം നടത്തുകയും പഠനം നടത്തുകയും ചെയ്യുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ബോധ്യത്തിനും നമ്മുടെ സംസ്കരണത്തിൻ്റെ പൂർത്തീകരണത്തിനും ഏറെ ഗുണം ചെയ്യും. വിഭാഗീയത ഏറ്റവും ശക്തമായി വിഷം പുരട്ടി പ്രയോഗിച്ച് അതിൻ്റെ ഗുണഫലങ്ങൾ എടുക്കാൻ വളരെ അജണ്ടയൊരുക്കി ചിലർ നീങ്ങുന്നതിനിടക്കാണ് ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാം അപ്പുറത്ത് ഒരു ചെറുപ്പക്കാരൻ്റെ മോചനത്തിനു വേണ്ടി കേരളം വളരെ ബോധപൂർവം ശ്രമിച്ചതും ലോകമെമ്പാടും അതൊരു സന്തോഷ വാർത്തയായി ഒരു വലിയ സന്ദേശമായി കൈമാറ്റം ചെയ്യപ്പെട്ടത്. എന്നാൽ പിരിച്ചെടുത്ത 34 കോടി പിരിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭാഗമാകാതിരിക്കുകയും അതിനെ നേരിടുകയും ചെയ്യുന്ന ചിലർ ഈ വിഷയത്തിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇസ്ലാമിക ശരിയ നെഞ്ചേറ്റുന്ന രാഷ്ട്ര സംവിധാനങ്ങളെയും ഒക്കെ വേവിച്ചെടുക്കാനും വിവാദത്തിലാക്കാനും അതുവഴി അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് ചില കാര്യങ്ങൾ നിർവഹിക്കാനും ഒക്കെ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളേറെ സന്തോഷത്തോടെ ഒരു ചെറുപ്പക്കാരൻ്റെ മോചനത്തിനു വേണ്ടി ശ്രമിച്ച നമ്മുടെ പള്ളിയും അതിൽ ഭാഗവാക്കായിരുന്നു. മോശമല്ലാത്തൊരു സംഖ്യ പിരിച്ചെടുത്ത് നൽകാൻ നമുക്കും സാധിച്ചിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം അണയാനും ജീവിതത്തിൽ സംഭവിച്ചു പോയ പിഴവുകളിൽ അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്താനും അദ്ദേഹത്തിൻ്റെ ഉമ്മയുമായി ചേരാനും ഒക്കെയുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം ഉൾപ്പെടെ സർവരെയും ഇതുപോലത്തെ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. കൊലപാതകവും അതിൻ്റെ ശിക്ഷയുമൊക്കെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് സാർവലൗകികവും സാർവകാലികവുമായൊരു നിയമം എന്ന നിലക്കാണ്. നിയമനിർമ്മാണ സഭകൾക്കും രാജാക്കന്മാർക്കുമൊന്നും മാറ്റിത്തിരുത്താൻ കഴിയാത്ത കാര്യമാണ് ഇസ്ലാമിലെ ശരീഅത്ത് നിയമങ്ങൾ. ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു മതപരമായ നിയമം മാറ്റേണ്ടതുണ്ടെന്ന് രാഷ്ട്രീയ അജണ്ടയുടെയോ
അല്ലെങ്കിൽ കുടുസായ ചിന്തയുടെയോ അടിസ്ഥാനത്തിൽ പറയുന്നതിലുപരി പ്രാമാണികമായും ചരിത്രപരമായും പ്രായോഗികമായും തെളിയിക്കാൻ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല. കൊലപാതകത്തെ ഇസ്ലാം കാണുന്നത് എവിടെ നിന്നാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കൊലപാതകം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒട്ടകം തൻ്റെ അയൽപ്പക്കത്തെ തോട്ടത്തിൽ കയറി ഈത്തപ്പനയുടെ പട്ട കടിച്ചതിന് 40 ആണ്ടുകൾ തുടർച്ചയായി തലമുറകൾ യുദ്ധത്തിലേർപ്പെട്ട രക്തത്തിന്റെ ഉറ്റി വീഴുന്ന രക്തത്തുള്ളി ഒരിക്കലും ഒരു സ്വാധീനവും മനസ്സിൽ സൃഷ്ടിക്കാത്തൊരു സാമൂഹിക പരിസരത്താണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ആശയ പ്രബോധനവുമായി കടന്നു വരുന്നത്. അവർ വിശ്വസിച്ചിരുന്നത് രക്തക്കറ ഒടുങ്ങണമെങ്കിൽ രക്തം ചിന്തിയേ പറ്റൂ. കൊന്നാൽ കൊല്ലുക തന്നെ പരിഹാരമുള്ളൂ, വേറെ വിട്ടുവീഴ്ചകളൊന്നുമില്ല. ഒരാളെ കൊന്നാൽ തിരിച്ചു കൊന്നോളണം, അങ്ങനെയാണ് അവർ വിചാരിച്ചിരുന്നത്. ഒരു ബദവിയായ മനുഷ്യനോട് ഒരു മുസ്ലിമായ മനുഷ്യൻ ചോദിക്കാണ്, നിന്നോട് തെറ്റ് ചെയ്തൊരു വ്യക്തിക്ക് പുറത്തു കൊടുത്തുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ നീ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ, ഇസ്ലാം വന്നതിന്റെ ശേഷവും മനുഷ്യരുടെ മനസ്സുകളെ പരിവർത്തിപ്പിച്ചതിന്റെ ശേഷവും ജാഹിലിയത്തിന്റെ പിൻകാലങ്ങൾ നിലനിന്നിരുന്ന ഒരു വ്യക്തിയോട് ചോദിക്കുകയാണ്, നിന്നോടൊരാളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്ത വ്യക്തിക്ക് നീ വിട്ടുവീഴ്ച കൊടുത്ത് അതുവഴി സ്വർഗം ലഭിക്കുന്നത് നീ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മറുപടി എന്താ? ഞാൻ തിരിച്ച് പ്രതികാരം ചെയ്ത് നരകത്തിൽ പോണാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ എനിക്ക് സ്വർഗം ആവശ്യമില്ല, പകരം ചെയ്തിട്ട് നരകത്തിൽ പോകണാണ് എനിക്കിഷ്ടം എന്ന് ചിന്തിച്ചിരുന്ന ഒരു സാമൂഹിക ചുറ്റുപാടിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം കൊലപാതകത്തിന്റെ ശിക്ഷയെ സംബന്ധിച്ച കാഴ്ചപ്പാട് പുറപ്പെടുവിക്കുന്നത്. അത് കേവലം കൊന്നവനെ കൊല്ലണം എന്ന ഒറ്റ വാക്കല്ല, മറിച്ച് നോക്കൂ, നിങ്ങൾ എണ്ണി എടുത്താൽ ഒരു 8, 9, 10 30 മിനിറ്റിന്റെ ഖുതുബകൾ നടത്താൻ മാത്രം വിശാലാണ്. ഞാൻ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇസ്ലാം ചെയ്തത്, ഇസ്ലാമിന്റെ മുൻപോ പിൻപോ ഇല്ലാത്ത ഏറ്റവും ശക്തമായ ഒരു കാര്യം ഇസ്ലാം ചെയ്തത്, മനുഷ്യന്റെ ജീവന്റെ വില നിശ്ചയിച്ചു, മനുഷ്യന്റെ ജീവന്റെ വാല്യൂ നിശ്ചയിച്ചു. എന്താണ്? ഒരാൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള വഴിയൊരുക്കി കൊടുത്താൽ, രക്ഷാപ്രവർത്തനം നടത്തിയാൽ, ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചതുപോലെയാണ്. 800 കോടി മനുഷ്യരെ ജീവിപ്പിച്ചതിന് തുല്യമാണ് ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. നമ്മൾ പോണ വഴിക്ക് ഒരു ആക്സിഡന്റ് കാണുകയാണ്, ആ മനുഷ്യൻ ചോര വാർന്നും മരിക്കാൻ ഒരുങ്ങുകയാണ്. നമ്മൾ അയാളെ നമ്മുടെ കൈത്തണ്ടയിലേക്കിട്ട് ഒരു കയ്യിൽ സ്റ്റിയറിംഗും പിടിച്ച് അതിവേഗം ഒരു കാഷ്വാലിറ്റിയിലേക്ക് വണ്ടി ഓടിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലെ തേട്ടം എന്താണ്? ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് തുല്യമാണിത്. ഒരു വ്യക്തിയെ കൊന്നാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. ഒരാളെ കൊന്ന 800 കോടി, ഇപ്പോഴത്തെ ഒരു പോപ്പുലേഷൻ പറയുന്നത് അതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ 800 കോടി എന്ന് പറയുന്നത്. ഇല്ല, ഇനി 800 കോടിയല്ല, 88,800 കോടിയാണ് ഭൂമിയിലെ പോപ്പുലേഷൻ എങ്കിൽ അത്രയാണ്. ഒരാളെ കൊന്നാൽ ഇസ്ലാം ആദ്യം ചെയ്തത്, ഒരു വ്യക്തിയെ കൊന്നാൽ ആ കൊല്ലപ്പെടുന്ന വ്യക്തിയുടെ ജീവന്റെ വാല്യൂ, വില നിശ്ചയിച്ചു എന്നതാണ്. ഇനി മാത്രല്ല, പലപ്പോഴും ഈ കൊലപാതകമൊക്കെ എവിടുന്നാ വരുന്നത്? വ്യക്തിയുടെ മനസ്സിനെ നോവിച്ചിട്ടും അറ്റാക്ക് ചെയ്തിട്ടുമാണ്, അവിടുന്നാണ് ഇതൊക്കെ വരുന്നത്, അല്ലെ? അതുകൊണ്ട് തന്നെ ഇസ്ലാം അഭിമാനത്തിന് വലിയ സംരക്ഷണമാണ് കൊടുത്തത്. നോക്കൂ നിങ്ങൾ, ഹജ്ജത്തുൽ വദാ, പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ലോകത്തോട് എന്തൊക്കെ പറയണ്ട്. പക്ഷേ വിടവാങ്ങൽ പ്രസംഗത്തിൽ മുഖ്യമായി പറഞ്ഞ കാര്യം ഇതായിരുന്നു. നമുക്ക് കാണാൻ കഴിയും, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദുക്കും ഹറാമുൻ അലൈക്കും കഹുറുമതി യൗമിക്കും ഹാദാ. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ ധനം, ഇതൊക്കെ ഇന്നത്തെ ദിവസത്തെ പോലെ മഹത്തരമാണ്. ഫീ ശഹരിക്കും ഹാദാ, ഈ ദുൽഹിജ്ജ മാസം പോലെ മഹത്തരമാണ്. ഫീ ബലദിക്കും ഹാദാ, ചരിത്രപരമായ ഭൂമിയുടെ സെൻട്രൽ പോയിന്റായ കഅബാലയം നിലനിൽക്കുന്ന ഈ മക്കയെക്കാളും ഉന്നതമാണ്, ഈ മക്കയോളം ഉന്നതമാണ്. അലാ ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് എല്ലാ സന്ദേശങ്ങളും എത്തിച്ചു തന്നിട്ടില്ലേ എന്ന് പ്രവാചകൻ ചോദിക്കുകയാണ്. അപ്പോ മനുഷ്യന്റെ അഭിമാനത്തിന് അത്രയും വലിയ വിലയാണ് കൊടുക്കുന്നത്. നമ്മുടെ വാക്കുകൊണ്ട്, നോക്കുകൊണ്ട്, ആംഗ്യം കൊണ്ട് ഒരു വ്യക്തി അയാളുടെ അഭിമാനത്തിന് ക്ഷതം പറ്റി
അയാൾ വിഷമിച്ച്, അയാൾ മാനം കെട്ട്, നമ്മുടെ ഒരു ചിരി, ഒരു കൂട്ടച്ചിരി, അതിലൊരു വ്യക്തി മനസ്സുകൊണ്ട് വേദനിക്കുമ്പോ കത്തിയെടുത്ത് കുത്തുന്നതിനെ കുറിച്ചല്ല ഈ പറയണേ. നാവ് കൊണ്ട്, നോട്ടം കൊണ്ട്, ആംഗ്യം കൊണ്ട് ഒരു വ്യക്തിക്ക് അഭിമാനക്ഷതം വരുത്തുമ്പോ പരിശുദ്ധ ഹറം നിൽക്കുന്ന മണ്ണിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ ഈ ദിനം പ്രവാചകൻ ഹജ്ജത്തുൽ വദാഇലെ പ്രഭാഷണം നടത്തുന്ന ചരിത്രത്തിലെ ഉജ്ജ്വലമായ ദിനത്തോളം അതിനേക്കാൾ മഹത്തരമാണ് അഭിമാനം. അതിനെയാണ് നിങ്ങൾ പിച്ച് ചീന്തുന്നത് എന്ന വലിയ പാഠമാണ് തന്റെ അനുയായികൾക്ക് മുന്നിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇത് നോക്കൂ നിങ്ങൾ, ഒരു കൊച്ചാംഗ്യം കൊണ്ടുള്ള പരിഹാസത്തെ പോലും, പരിഹാസം എന്ന് ബോധപൂർവം വിചാരിക്കാതെ നടത്തിയ ഒരു കാര്യത്തെ പോലും പ്രവാചകൻ ട്രീറ്റ് ചെയ്യാണ്. എന്താ? ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, ഹസ്ബുക മിൻ സഫിയത്തി കദാ വ കദാ. സഫിയ ബീവിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടു, ഇങ്ങനെ അവരൊരു കുറിയ പെണ്ണല്ലേ, അവര് ഖസീറ, അവരൊരു ചെറിയ ഉയരം കുറഞ്ഞ സ്ത്രീയല്ലേ എന്ന് ഞാൻ പ്രവാചകനോട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ആംഗ്യത്തിലൂടെ ചോദിച്ചു. അതിന് പ്രവാചകൻ എന്നോട് പറഞ്ഞെന്താ? ലഖദ് ഖുൽതി കലിമ ലൗ മുസിജത് ബിമാഇൽ ബഹ്രി ലമസജ്തുഹു. എന്താ? നീ പറഞ്ഞ വാക്ക് കടലിലെങ്ങാനും മുക്കിയിരുന്നെങ്കിൽ, കടലിലെങ്ങാനും കലക്കിയിരുന്നെങ്കിൽ കടൽ ജലത്തിന്റെ നിറവും രുചിയും അടക്കം മാറിപ്പോകാൻ മാത്രം പോകുന്നൊരു വാക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇസ്ലാം ഒരു വ്യക്തിയുടെ അഭിമാനത്തെ എങ്ങനെയാണ് സംരക്ഷിക്കണേ? കൊലയ്ക്ക് അവിടെ നിൽക്കട്ടെ, കൊലയും തല്ലും ഇടിയൊക്കെ അവിടെ നിൽക്കട്ടെ. സഫിയ ബീവി അവിടെ അല്ല, ആയിഷ ബീവിയും പ്രവാചകനും സംസാരിക്കുകയാണ്. ആ സംസാരിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരും മനുഷ്യരാണ്. സ്വാഭാവികമായും ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിടത്തൊക്കെ ചില വാക്കുകളും പൊരുത്തക്കേടുകളൊക്കെ വരും. അത് പ്രവാചകൻ തിരുത്തുന്ന രീതിയാണ് അവിടെ കാണുന്നത്. എന്താ? നീ പറഞ്ഞ വാക്കേ 7 കടലുകളിൽ കലക്കിയാൽ തീരാത്തത്ര അതിന്റെ നിറം മാറ്റുന്ന, മണം മാറ്റുന്ന വാക്കാണ് ആയിഷ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വൈസുബിർ നബിയെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ആരെക്കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇനി ഒരു വ്യക്തിയുടെ അഭിമാനത്തെ ക്ഷതം വരുന്നിടത്ത് പ്രവാചകൻ പൊതുമധ്യത്തിൽ തിരുത്തിയിട്ടുണ്ട്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കലങ്ങിയ കണ്ണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാൻ അടുത്ത് വിളിച്ചു ചോദിച്ചു, എന്തേ ബിലാലെ? അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, നബിയെ, എന്റെ സഹോദരൻ അബൂദർ എന്നെ, എന്റെ സഹോദരൻ അബൂദർ എന്നെ കറുത്ത ഉമ്മാന്റെ മോനെ എന്ന് വിളിച്ചു. കറുത്ത ഉമ്മാന്റെ മോനെ, അദ്ദേഹത്തിന്റെ ഉമ്മ കറുത്തതാണ്. വെറുതെ ഒരു വർത്താനം നിങ്ങൾക്ക് പറഞ്ഞതാണ്. പ്രവാചകൻ ആൾക്കൂട്ടത്തിൽ ശബ്ദമുയർന്നു. തെറ്റ് തിരുത്തുമ്പോ പൊതുവെ ഈ മനുഷ്യന്മാർക്ക് എന്താ പറ്റിയത്, ഈ ചെറുപ്പക്കാർക്ക്, ഈ ചങ്ങാതിമാർക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുക. ആ ഒരു ചങ്ങായിക്ക് കുഴപ്പമുണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ പ്രവാചകൻ അബൂദറിനെ വിളിച്ചു, ജാഹിലിയ്യത്തിന്റെ അജ്ഞാനകാലത്തിന്റെ അവശിഷ്ടങ്ങൾ ഹൃദയത്തിൽ ഏറ്റി നടക്കുന്നവനാണെന്ന്. ഇത് ശരിയായില്ല. നിങ്ങൾ നിങ്ങളുടെ ഇഖ്വാനകും ഖവലകും ജഅലകുമുല്ലാഹു തഹ്ത അയ്ദീകും فمن كان اخوه تحت يده فليطعمه مما ياكل وليلبسه مما يلبس ولا تكلفوهم ما يغلبهم فإن كلفتموهم فعينوهم عليه. നിങ്ങൾക്ക് ചില അടിമകളൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങളുടെ കീഴിലാക്കി തന്നതാണ്. അടിമകൾ എന്ന് പറഞ്ഞിട്ട് അവരോട് ഈ ജാതി സ്വഭാവം പാടില്ല. നിങ്ങൾ തിന്നുന്ന അവരെ തീറ്റണം, നിങ്ങൾ ഉറങ്ങും പോലെ അവർക്ക് ഉറങ്ങാൻ ഇടം കൊടുക്കണം. നിങ്ങൾക്ക് അവർക്ക് താങ്ങാൻ പറ്റാത്ത ജോലി നിങ്ങൾക്ക് അവർ കൊടുക്കരുത്. അവരുടെ ജോലികൾ അവർക്ക് താങ്ങാൻ പറ്റാത്തതെന്ന് തോന്നിയാൽ കൂടെ നിൽക്കണം. അല്ലേ? ഇടക്ക് പറയണേ, നമ്മളെ വീട്ടില് അടുക്കള ജോലിക്കൊക്കെ വിളിക്കും പ്രായമായ ചില സ്ത്രീകളെ. ആ പണി നിർദ്ദേശിക്കുന്ന നമ്മളെ മരുമോൾക്ക് ആ സ്ത്രീക്കുള്ള ശാരീരിക സാഹചര്യത്തിന്റെ ഒരു ചെറിയ അംശം പോലും ഉണ്ടാവില്ല. നമ്മളും ആ ദിവസം 100 50 ഒക്കെ കൊടുക്കുന്നുണ്ടാവും. എന്നിട്ട് എല്ലാ പണി ഇതിനെ കൊണ്ട് എടുപ്പിക്കും. എന്നിട്ട് മുറ്റടിച്ചത് ക്ലിയർ ആകാത്തതിന് കമന്റും പറയും. ഓരോടായി പറയണേ, മുറ്റടിച്ചത് ഒരു ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒരു പോയിട്ട് ശേഷം ചൂട് വാങ്ങിയിട്ട് അടിച്ചറിയാ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? നമ്മൾ ചെറിയൊരു പൈസ വേലക്ക് നിൽക്കുന്ന സ്ത്രീക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അവരെങ്ങനെ മൂക്കൊണ്ട് വരപ്പിക്കണ പരിപാടി അല്ലേ? ചില ആളുകളൊക്കെ അങ്ങനെയാണ്. പണിയെടുത്തതിനെ പറ്റി ഇങ്ങനെ കുറ്റമല്ലോ ഉണ്ടെങ്കിൽ ഒരു പണി കൊണ്ട് ഒഴിവാക്കി മതി. എന്തിനാ നമ്മൾ അമല കളിയണോ വെറുതെ? അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ തിരുത്തുകയാണ്. ഇനി മാത്രല്ല, അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നവർക്ക് വരാൻ പോകുന്ന ശിക്ഷ പഠിപ്പിച്ചു. ഞാൻ മിഅ്റാജിന് ബുറാഖിലേറി ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ പോയപ്പോ ഞാൻ കുറച്ച് ആളുകളെ കണ്ടു. അവർക്ക് നഖങ്ങളുണ്ട്, ഇരുമ്പിന്റെ ചെമ്പിന്റെ നഖങ്ങളുണ്ട്. യഹ്മിശൂന വുജൂഹഹും വസുദൂറഹും, അവരവരുടെ മുഖവും നെഞ്ചൊക്കെ ഇങ്ങനെ മാന്തി പൊളിക്കുന്നു.
മാന്തി ഇങ്ങനെ പൊളിക്കണം, ആഴത്തിലുള്ള മുറിവ് ഇങ്ങനെ ഉണ്ടാവുകയാണ്. അപ്പൊ ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹൗലാഇ യാ ജിബ്രീൽ, അവരാരാണ് ജിബ്രീൽ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഹൗലാഇ മുല്ലദീന യഖുലൂന ലുഹുമൻ നാസ്, ജനങ്ങളുടെ ഇറച്ചി തിന്നുന്നവരാണവർ, അല്ലെ. വയഖഊന ഫീ പിന്നെ അഅറാദിഹിം, അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്താൻ വേണ്ടി ഒത്തുകൂടുന്നവരാണവർ. ഇരുന്നിട്ട് പിന്നെ രാഷ്ട്രീയമാകുമ്പോ, ഇലക്ഷൻ ആകുമ്പോ പിന്നെ വലിയ കൺട്രോൾ ഒന്നും ഉണ്ടാവില്ല. നമ്മളെ പാർട്ടിനെ ന്യായീകരിക്കാനും മറ്റവന്റെ പാർട്ടിനെ വലിച്ചു പിന്നെ എന്താ പറയാ ആക്ഷേപിക്കാനൊക്കെ എന്തും ചെയ്യും, അല്ലെ. വളരെ ശ്രദ്ധിച്ചോളണം. അപ്പൊ ഇസ്ലാം ശരിക്കും ഇങ്ങനെ വേറെ ഏത് മതത്തിലുള്ള, വേറെ ഏത് ദർശനത്തിലുള്ള നിറവും അടിമയാണെന്ന് പോലും നോക്കാതെ, അടിമത്ത സമ്പ്രദായം ഇസ്ലാം വളരെ ശക്തമായി റിലീസ് ചെയ്തിട്ടുണ്ട് അടിമകളെ. ഒരു മനോഹര വിഷയമാണ്. അത് മാത്രം പഠിച്ച് നമ്മൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒന്നുകൂടി ഉറപ്പിച്ചു പറയും. അത്ര മനോഹരമാണ് കേട്ടോ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ എയ്ത്തിസ്റ്റുകളൊക്കെ വളരെ ചർച്ചയാക്കുന്ന ഒരു വിഷയം എന്നുള്ള നിലക്കാണ് ഞാനത് ഇവിടെ പരാമർശിച്ചു പോയത്. അപ്പൊ സഹോദരന്മാരെ, ഇസ്ലാം ഇത്രയും ശക്തമായി ഈ കാര്യത്തിൽ പോവുകയാണ്. ഇനി നോക്കൂ, നിങ്ങളിപ്പോ നമ്മൾ പറഞ്ഞല്ലോ, അഭിമാനത്തിന്റെ കാര്യം പറഞ്ഞു. ഇനി ഒരു മുസ്ലിമിനെ ഭയപ്പെടുത്താൻ പറ്റൂ. ലാ യഹില്ലു മുസ്ലിമൻ യുറവ്വിഅ മുസ്ലിമൻ, ഒരിക്കലും ഒരാളെ ഭയപ്പെടുത്തിക്കൂടാ. പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് പല ജാതി പണിയൊപ്പിക്കും, അല്ലെ. അള്ളാഹുവിന്റെ റസൂൽ ഇസ്ലാം അവിടെ ഇടപെട്ടിട്ടുണ്ട്. ഒരു മനുഷ്യനെ നമ്മൾ പ്രാങ്ക് വെക്കുമ്പോ ഒരു നിമിഷത്തിൽ അയാളുടെ മനസ്സിന് സംഭവിക്കുന്ന ഒരു ചെറിയ മനസ്സൊന്നുണ്ട് എടിച്ചിറങ്ങിയാൽ മതി, അയാൾ മുഴു ഭ്രാന്തനാണ്. പിന്നെ ഇതൊന്നും കുട്ടികളിയാക്കേണ്ട കാര്യമില്ല. അപ്പൊ ഒരാളെ ഭയപ്പെടുത്താൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അവിടെ തീർന്നില്ല, ആയുധം ചൂണ്ടുന്നത് വിരോധിച്ചു. ലാ യംശിയന്ന ഔ ലാ യുശീറു അഹദുക്കും ഇലാ അഖീഹി ബിസ്സിലാഹ്, ആയുധം കൊണ്ട് ചൂണ്ടരുത്. വേഗം കൈകൊണ്ടെടുക്കും, അല്ലെ, വേഗം വടിവാളെടുക്കും, ശാരീരികമായിട്ട് ദ്രോഹിക്കും. ബാപ്പാന്റെ ഇമ്മാന്റെ അടക്കം കഴുത്തിന് പിടിക്കുന്ന ആൾക്കാർ സമൂഹത്തിലുണ്ട്. അവന്റെ ഒക്കെ കാര്യം എന്താ ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. അവന്റെ ഖബർ എന്താ, അവന്റെ പരലോകം എന്താ, അവനിഞ്ഞ് സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് ചർച്ച ആവശ്യമുണ്ടോ? വേറെ എന്തൊക്കെ യോഗ്യത ഉണ്ടായിട്ട് എന്താ? നാട്ടിലെ മൊത്തം സാമൂഹിക ക്ഷേമത്തിന്റെ ആളാണ്, നാട്ടിലെ മൊത്തം ദഅവത്തിന്റെ ആളാണ്, പള്ളി കമ്മിറ്റിന്റെ ആളാണ്. എന്താ കാര്യം? ഒറ്റവട്ടം എന്നും അല്ല, ഒറ്റവട്ടം മാതാപിതാക്കളെ ദ്രോഹിച്ച, ശരീരം കൊണ്ടല്ല, കൗത്തിരി പിടിക്കണല്ല, വാക്കുകൊണ്ട് ദ്രോഹിക്കണ ആളുകളെ കുറിച്ച് ഇസ്ലാമിന്റെ ഹുക്കം എന്താ? അല്ലേ, വലിയ ആളായിരിക്കും, നല്ലോണം ആലോചിക്കണം നമ്മൾ. എങ്കിൽ ആയുധം കൊണ്ട് ചൂണ്ടുന്നത് പോലും ഇസ്ലാം വളരെ കണിശമായ കുറ്റമായി അതിനെ പഠിപ്പിക്കുകയാണ്. ആയുധം കൊണ്ട് ചൂണ്ടുന്നതിനെ പോലും ഇസ്ലാം വിരോധിച്ചു. ആ വ്യക്തി അയാൾ നരകത്തിൽ വീഴും. അവനോട് എതിർണ്ട് എടുക്കുമ്പോ ശൈത്താൻ പെട്ടെന്നൊരു പ്രേരണ, ഒരു സിംഗിൾ സെക്കൻഡിന്റെ എത്രയോ ചെറിയ അംശം ഓനതുകൊണ്ട് ഉപയോഗിച്ചു. അവിടെ അപകടം അങ്ങനെയാണ് സംഭവിക്കല്. കൊലപാതകങ്ങളെല്ലാം വളരെ ബോധപൂർവം പ്ലാൻ ചെയ്ത് നടത്തണമെന്നല്ല, വളരെ പ്ലാൻ ചെയ്ത് കൊലപാതകം നടത്തി വേറെ പ്രതികളെ ഹാജരാക്കി, അതൊക്കെ സമൂഹത്തിൽ നടക്കുന്നുണ്ടാവും, അല്ലെ, അതൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷെ പലതും കുടുംബ വഴക്കും കാര്യങ്ങളൊക്കെ കൊല്ലണമെന്ന് ബോധപൂർവം വിചാരിച്ചിട്ടൊന്നല്ല, ഒക്കെ ഓരോ നിമിഷങ്ങളിൽ സംഭവിക്കുന്നതാണ്. ഇനി അതുകൊണ്ട് തീർന്നില്ല, ഒരാൾ തന്റെ സഹോദരന്റെ നേരെ ആയുധമോങ്ങിയാൽ, കൊല്ലിനെ കുറിച്ച് അല്ല കേട്ടോ ഇപ്പൊ ചർച്ച, ഇപ്പൊ വേറെ ഒരു വിഷയം. ആയുധമോങ്ങിയാൽ, ആയുധമോങ്ങുന്നവനെ മലക്ക് ശപിക്കുന്നതാണ്. ആയുധം ഒരാൾക്ക് നേരെ ഓങ്ങിയാൽ അവനെ മലക്കുകൾ ശപിക്കും. അവന്റെ വാപ്പാന്റെ ഇമ്മാന്റെ ഒക്കെ ആ നിലക്കുള്ള സഹോദരനാകട്ടെ, എങ്ങനെയാകട്ടെ, അതിൽ ആയുധം ഓങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ മലക്കുകൾ ശപിക്കും എന്നാണ്. മാത്രല്ല, അറബികൾ പൊതുവെ വാള്, പൗരാണിക അറബികൾ പൊതുവെ വാള് അവരുടെ ശരീരത്തിൽ ചേർത്ത് വെക്കും. മലയാളി തുണിയും ഷർട്ടൊക്കെ ഇടുന്ന പോലെ, അല്ലെ, ഇംഗ്ലീഷുകാരൻ അവന്റെ ടൈ കെട്ടുന്ന പോലെ, അവരുടെ അങ്ങനത്തെ ഒരു കൾച്ചറായിരുന്നു അത്. പക്ഷെ അവിടെ പോലും ഇസ്ലാം കൃത്യമായി പറഞ്ഞു, വാള് ഉറയിലിട്ട് വേണം പോകാൻ. ഉറയിലിടാതെ ഇങ്ങനെ വാള് കൊണ്ട് നടക്കുന്നതിനെ പ്രവാചകൻ വിലക്കി. മാത്രല്ല, അശ്രദ്ധമായി ഇങ്ങനെ അമ്പിന്റെ അറ്റം അത് ടോപ്പ് ചെയ്യാതെ കൊണ്ടു നടക്കുന്നതിന് പ്രവാചകൻ വിലക്കി. പള്ളിയിലൂടെ നടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അങ്ങാടിക്ക് ഇറങ്ങുന്ന ആളുകൾ, അവന്റെ കൂടെ ഇരുമ്പിന്റെ അറ്റം ഘടിപ്പിച്ച ഒരു അമ്പുണ്ടെങ്കിൽ അതിന്റെ അറ്റം അവൻ കെട്ടിവെക്കട്ടെ. അത് വ്യക്തികൾക്ക് ഏൽക്കാതിരിക്കാൻ, അതിന്റെ പരിക്ക് സംഭവിക്കാതിരിക്കാൻ അങ്ങനെ ചെയ്യട്ടെ. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചൊരു മതം കൊലക്കത്തി എടുക്കുന്നവരെ കുറിച്ചും, അല്ലെ, മനുഷ്യനെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടെ
പിന്നെ വെട്ടി നുറുക്കിണിനെ കുറിച്ചൊക്കെയുള്ള ഇസ്ലാമിന്റെ സമീപനം എന്തായിരിക്കുമെന്നത് നമുക്ക് വളരെ കൃത്യമായി പറയാൻ പറ്റും. ഇനി അതുകൊണ്ട് തീരുന്നില്ല. പ്രയോഗിക്കുക എന്ന ഉദ്ദേശത്തോടെ ഒരാൾ ആയുധം കയ്യിൽ വെച്ചാൽ തോക്കുകൂടെ എങ്ങനെ കയ്യിൽ വെക്കണം? പറ്റണവനെ പൊട്ടിക്കേണ്ട സമയത്ത് പൊട്ടിക്കാനാണ് വെക്കുന്നത്, അല്ലെങ്കിൽ കത്തി കയ്യിൽ വെക്കുകയാണ്, അല്ലെങ്കിൽ സൈക്കിൾ ചെയിന് കയ്യിൽ വെക്കുകയാണ്. സാധാരണ ഈ ഫുട്ബോൾ ഗ്രൗണ്ടിലും പരിസരത്തൊക്കെ അങ്ങനെയാണ്. ഒരു പ്രത്യേക പ്രായത്തിലുള്ള കുട്ടികൾക്ക് അടി ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ട്രെൻഡായിരിക്കും. അപ്പൊ സ്പോർട്സിന് ഹൈസ്കൂൾ പ്ലസ് ടു സ്കൂളുകളിലൊക്കെ സ്ഥിരം അടി ഉണ്ടാവും. പോലീസുകാർ വരും ഇപ്പുറത്ത് കൂടെ ആട്ടുമ്പോൾ അതങ്ങനെ ഭയങ്കര ഒരു സംഭവമായിട്ട് നമ്മൾ കുട്ടികളെ അങ്ങനെ കൊണ്ടെടുക്കും. കാരണം എന്താ, ഇവരിത് ഈ ഫിലിമുകളിൽ നിന്നൊക്കെയാണ് ഇത് എടുക്കുന്നത്. ഫിലിമുകളിലെ ഈ ഷൂട്ടിങ് അതിന്റെ കൂടെ BGM ചേർത്ത് ഭയങ്കര ഡയലോഗൊക്കെ ചേർത്ത് അതിന് വരുമ്പോ ഈ പ്രായത്തിൽ അതിങ്ങനെ തലയിക്ക് കയറും. ഇതും തലയിൽ വെച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾക്ക് വരിക. അതിന് മുന്നിൽ നിൽക്കണമെന്ന് ഒരു ഹീറോ ആയിട്ട് ആൾക്കാർ പരിഗണിക്കും. അങ്ങനത്തെ ആളുകളൊക്കെ നല്ലോണം ഈ ഹദീസ് ശരിക്കും മനസ്സിൽ വെച്ചോളൂ. എന്താ പറയുക, പ്രയോഗിക്കാനുള്ള ഉദ്ദേശത്തോടെ ആയുധം കയ്യിൽ വെച്ചാൽ ആ ലക്ഷ്യത്തോടു കൂടെ ആയുധം കയ്യിൽ വെച്ചാൽ നമ്മളിൽ പെട്ടവനല്ല. പേരൊക്കെ നല്ലതായിരിക്കും, കാസ്റ്റ് കൊടുക്കുമ്പോൾ അവിടെ മുസ്ലിം ആയിരിക്കും, അല്ലെ, ഒക്കെ റെഡി ആക്കാറ്. മതം കൊടുക്കുമ്പോൾ അപേക്ഷ ഫോമിൽ മുസ്ലിം ആയിരിക്കും, പക്ഷെ പഠിച്ചോന്റെ അടുത്ത് അത് ഉണ്ടാവുകയില്ല എന്നാണ്. ഇനി വധത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ കൊന്നാൽ ആ കൊന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്നും നിത്യവാസിയായിരിക്കും നരകത്തിൽ. നരകത്തിൽ കുറ്റങ്ങളുടെ കാലാവധി കഴിയുമ്പോൾ വിശ്വാസത്തിൽ തൗഹീദിൽ പിഴവ് പറ്റാത്ത വ്യക്തികൾക്ക് മോചനമുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. എന്നാൽ നരകത്തിൽ സ്ഥിരമാകുന്ന ആളുകളുണ്ട്. ആ സ്ഥിരമാകുന്നവരിൽ പെട്ടവനായിരിക്കും അവൻ. മാത്രല്ല അള്ളാഹുവിന്റെ കോപം അവന്റെ മേലുണ്ടാകും, അള്ളാഹുവിന്റെ ശാപം അവനുണ്ടാകും, ശക്തമായ ശിക്ഷയും അവനുണ്ടാകും. ഇനി കൊല്ലാൻ ഉദ്ദേശിച്ച് പോരടിച്ചാലോ, രണ്ട് ആളുകൾ തമ്മിൽ പരസ്പരം, രണ്ട് വിശ്വാസികൾ തമ്മിൽ പരസ്പരം പോരാട്ടത്തിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ ഒരാൾ കൊല്ലപ്പെട്ടു, കൊന്ന ആളും കൊല്ലപ്പെട്ട ആളും നരകത്തിലാണ്. കൊന്ന ആള് മാത്രമല്ല നരകത്തിൽ പോവുക, കൊല്ലപ്പെട്ട ആളും പോകും. ഇപ്പൊ പ്രവാചകനോട് ചോദിച്ചു, ഹാദിൽ ഖാത്തിൽ, ഖാത്തിലിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, കൊന്നാളുടെ കാര്യം മനസ്സിലായി, പക്ഷേ കൊല്ലപ്പെട്ടവൻ എന്തിനാ നബിയെ നരകത്തിലുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, മൂപ്പർക്ക് ഇവനെ കൊല്ലാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ശാരീരിക മികവ് കൊണ്ട് കുറച്ച് മുന്നിൽ വന്നപ്പോ പെട്ടെന്ന് ഓന വീണത്, അതുകൊണ്ട് വെട്ട് കിട്ടി മരിച്ചു എന്നേ ഉള്ളൂ. തിരിച്ചു വെട്ടാൻ വിചാരത്തിനൊരു വലിയ കാര്യം ഉണ്ട് എന്നതിന്റെ അർത്ഥം. കൊല്ലാൻ ലക്ഷ്യം വെക്കുന്നത് തന്നെ കൊല ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. കൊല്ലാൻ ലക്ഷ്യം വെക്കുന്നത് പോലും കൊല ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. മാത്രല്ല, പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോ അന്ത്യദിനത്തിൽ ആദ്യം വിധിക്കപ്പെടുന്ന കാര്യങ്ങളിൽ പെട്ടത് എന്താണ്? ഫിദ്ദിമ, കൊലപാതകങ്ങളായിരിക്കും എന്നാണ്. ഇത്രയും വലിയ താക്കീതുകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു കൊല സംഭവിച്ചു എന്ന് വിചാരിക്കുക. ആ കൊല സംഭവിച്ചാൽ ഏത് വ്യക്തിയെ കൊലപാതകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ആവശ്യമായ ഒരുപാട് തത്വങ്ങൾ പഠിപ്പിച്ച ഇസ്ലാം ഇതൊക്കെ പഠിപ്പിച്ചിട്ട് ഒരാൾ കൊന്നു എന്ന് വിചാരിക്കുക. അത്തരം ഒരു കാര്യത്തിൽ ഇസ്ലാമിന്റെ നിയമം എന്താ? കൊന്നവരെ കൊല്ലണം എന്ന് പറയുമ്പോൾ ഇസ്ലാമിക നിയമങ്ങൾ കാടൻ നിയമങ്ങളാണെന്ന് എല്ലാ കിട്ടിയ ചാൻസിലും ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ പറയാറുണ്ട്. അപ്പൊ നമ്മൾക്ക് അതിൻ്റെതായ മറുപടികൾ ഉണ്ടാകണം. ഇവിടെ ഇസ്ലാം എന്താ ചെയ്യുന്നത്? യാ അയ്യുഹല്ലദീന കുതിബ അലൈക്കുമുൽ ഖിസാസ്, വിശ്വാസികളെ, പ്രതിക്രിയകൾ ഇസ്ലാം നിങ്ങൾക്ക് മേൽ ബാധ്യതയാക്കിയിട്ടുണ്ട്. ഫിൽ ഖത്ല, കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ കാര്യത്തിൽ, കൊല ചെയ്യുന്നവരുടെ കാര്യത്തിൽ തുല്യമായ ശിക്ഷ നടപ്പിലാക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അൽ ഹുർറു ബിൽ ഹുർരി, സ്വതന്ത്രനെ കൊന്നാൽ സ്വതന്ത്രനെ തന്നെ. വൽ അബ്ദു ബിൽ അബ്ദി, അടിമ കൊന്നാൽ അടിമയെ തന്നെ. വൽ ഉൻസ ബിൽ ഉൻസ, സ്ത്രീ കൊന്നാൽ സ്ത്രീയെ തന്നെ. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫ്, വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. അദാഉനിലൈഹി ബിഹ്സാൻ, അത് ഏറ്റവും ശരിയാം വിധം വിട്ടുവീഴ്ചയും കാരുണ്യവും ഒക്കെ നിർവഹിക്കേണ്ടതാണ് എന്ന് ഇസ്ലാം വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? പലപ്പോഴും പല നാഗരിക സമൂഹങ്ങളിൽ ഉണ്ടായിരുന്ന അവസ്ഥ എന്താ? മുതലാളി ഒരാളെ കൊന്നാൽ പകരം തൊഴിലാളിനെ കൊന്നിട്ട് നീതി നടപ്പിലാക്കും. ഭയങ്കര നീതിയല്ലത്. അല്ലെങ്കിൽ ഒരു സ്വതന്ത്രൻ ഒരാളെ കൊന്ന അടിമനെ കൊന്നിട്ട് അയാളുടെ കൂട്ടത്തില് അയാളുടെ ഒരു അടിമയെ കൊന്നിട്ട് നീതി നടപ്പിലാക്കും. പുരുഷൻ ഒരാളെ കൊന്ന ഗോത്രത്തിലെ സ്ത്രീയെ കൊന്നിട്ട് നീതി നടപ്പിലാക്കും. അവിടേക്ക് ഇസ്ലാം വരുന്നത്. അവിടെയാണ് ഇസ്ലാം പറയുന്നത് ഇതൊന്നും പറ്റില്ല,
കൊന്നവനെയാണ് കൊല്ലേണ്ടത് എന്ന കാര്യം ഇസ്ലാം പഠിപ്പിക്കുന്നത്. മാത്രമല്ല, കൊന്നില്ല, അവയവം പോവുകയേ ചെയ്തതുള്ളൂ. ഒരു നഫ്സിനെ കൊന്ന ആ ഒരു നഫ്സിനെ തിരിച്ചൊരു നഫ്സിനെയാണ് കൊല്ലേണ്ടത്. വൽഐന ബിൽഐൻ, കണ്ണ് പോയ കണ്ണാണ് എടുക്കേണ്ടത്. വൽഅൻഫ ബിൽഅൻഫ്, മൂക്ക് പോയ മൂക്കാണ് എടുക്കേണ്ടത്. വൽഉദ്ന ബിൽഉദ്ൻ, ചെവി പോയ ചെവിയാണ് എടുക്കേണ്ടത്. വസ്സിന്ന ബിസ്സിന്ന്, പിന്നെ പല്ല് പോയ പല്ലാണ് എടുക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ പഠിപ്പിക്കണോടത്തൊക്കെ നമുക്ക് കാണാം എന്നാലും വിട്ടുകൊടുത്താൽ നല്ലത്, അഫു ചെയ്യുകയാണെങ്കിൽ ഹൈറ് എന്ന് ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ പത്രമാധ്യമങ്ങളിലൊക്കെ നിരന്തരം നമ്മൾ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? കുറ്റവാളി അർഹിക്കപ്പെട്ട ശിക്ഷ കിട്ടാതെ. റിയാസ് മൗലവിയുടെ വിധവ പൊട്ടിക്കരയുടെ വീഡിയോ നമ്മൾ കണ്ടു, അല്ലെ? കണ്ണു നനഞ്ഞു നമ്മുടെയൊക്കെ. ജാതി മത വ്യത്യാസമില്ലാതെ പലരുടെയും. പള്ളിയിൽ കടന്നുറങ്ങുന്ന ഒരു മനുഷ്യനെ ഇവിടുത്തെ വർഗീയ ഫാസിസ്റ്റുകൾ വെട്ടി നുറുക്കിയിട്ട് എന്താണ്, പ്രൊസീഡിങ്സിൽ ശക്തമായ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് നിയമവിശാരദന്മാർ വിലയിരുത്തിയ ഒരു കേസ്. എന്താ? അവസാനം കുറ്റമുക്തരായി കടന്നു വന്ന ആളുകൾ ഒരിക്കൽ പോലും ജാമ്യം കിട്ടാത്ത അത്ര കോടതിക്ക് ബോധ്യപ്പെട്ട കേസ്. പക്ഷേ ട്രയൽ നടന്നപ്പോ അവസാനം കോടതി വിധിച്ചത് എന്താ? ഇവർ കുറ്റക്കാരല്ല എന്നാണ്. അവർക്ക് മധുരപാനീയങ്ങൾ വിതരണം ചെയ്യുന്നത് കണ്ടിട്ടാണ് ഇനി റിയാസ് മൗലവിന്റെ മകൻ വളരുക, അല്ലെ? റിയാസ് മൗലവിന്റെ മകൻ വളരുക. ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് വേണം കാര്യങ്ങളെ നമ്മൾ വിലയിരുത്താൻ. ഇവിടെയാണ് ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ മികച്ചു നിൽക്കുന്നത്. 3 രൂപത്തിലാണ് കൊലപാതകത്തിന്റെ കാര്യത്തിൽ ഇസ്ലാമിന്റെ സമീപനം. അല്ലെങ്കിൽ കൊലപാതകം 3 രീതിയിൽ നടക്കാം. ഒന്ന്, അറിയാതെ സംഭവിക്കാം. എന്താണ്? ഒരാളൊരു വേട്ടമൃഗത്തെ ലക്ഷ്യം വെച്ചതായിരുന്നു, പക്ഷെ ഒരു വ്യക്തിക്ക് കൊണ്ടു. ഒരു വേട്ടമൃഗത്തെ ലക്ഷ്യം വെച്ചു. ഇപ്പോ നായാട്ടിന് പോയി, അല്ലെ? കാട്ടുപോയി നായാട്ടെടുത്തി ഒക്കെ കൊണ്ടുവരാ, അതിന്റെ കഴിക്കാന്നുള്ളതിന്റെ വിധിയൊക്കെ നല്ല ആലോചിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. മാനിനെ പോയി വേട്ടയാടുക, പോലീസുകാരെ കണ്ടുപെടാതിരുന്നാൽ മതി. അതിനൊരു ഇസ്ലാമിക വിധിയുണ്ട്, വലിയ ആവേശം കൊള്ളുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? അവിടെ ഇങ്ങനെ അനങ്ങണത് ഒരു മാനാണെന്ന് വിചാരിച്ചിട്ട് വെടിവെച്ചു. കൂടെ പോയ ആളായിരുന്നു, മരിച്ചു. അത് ഒരു വ്യത്യസ്തമായി തന്നെയാണ് ഇസ്ലാം കാണുന്നത്. എന്നാൽ മനഃപൂർവ്വമല്ല, അതിനോട് സാദൃശ്യമുണ്ട്. ഷിബുൽ അംദാൻ, മനഃപൂർവ്വമല്ല, കൊല്ലാൻ വിചാരിച്ചിട്ടില്ല. അവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് ഒറ്റ അടി കൊടുത്തു. അടി കൊടുത്തപ്പോ ഇയാൾക്ക് ഓൾറെഡി ഒരു രോഗമൊക്കെ ഉള്ള ഒരാളാണ്, തലക്ക് കൊണ്ടപ്പോ അയാൾ മരിച്ചു. കൊല്ലാൻ വിചാരിച്ചിട്ടില്ല. ഈ 2 കേസിൽ ഇസ്ലാം എന്താ പറയുന്നത്? ഒമാക്കാനലി മുഅ്മിനൻ യഖ്തല മുഅ്മിനൻ ഇല്ലാ ഖതഅൻ വമൻ ഖതല മുഅ്മിനൻ ഖതഅൻ ഫതഹ്രീറു റഖബത്തിൻ മുഅ്മിനത്തിൻ വദിയത്തിൻ മുസല്ലമ. ഒരു വിശ്വാസിയും ഒരു വിശ്വാസിയെ കൊല്ലാൻ പാടുള്ളതല്ല, അബദ്ധത്തിൽ വന്നു പോയാലല്ലാതെ. അബദ്ധത്തിൽ വന്നു പോയാൽ അതിന്റെ വിധി വേറെ തന്നെയാണ്. എന്നാൽ വല്ലവരും ഒരു വിശ്വാസിയെ അബദ്ധത്തിൽ കൊന്നുപോയാൽ ആ ഒരു വിശ്വാസി, അയാൾക്കുടെ കാര്യത്തിൽ എന്താണ്? ഒരു അടിമയെ മോചിപ്പിക്കുകയും അവന്റെ കൊല്ലപ്പെട്ടവന്റെ അവകാശികൾക്ക് നഷ്ടപരിഹാരം നൽകുകയുമാണ് വേണ്ടത്. ആ അവകാശികൾ അതിൽ ഉദാരത കാണിച്ചാൽ, വിട്ടുവീഴ്ച ചെയ്താൽ അയാൾക്ക് പുറത്തു കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇനി കൊല്ലപ്പെട്ട വ്യക്തി നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങളെ കൊല്ലാൻ നടക്കുന്ന ഒരു ശത്രുവാണ്, അല്ലെ? നിങ്ങളെ കൊല്ലാൻ നടക്കണ, മുസ്ലിങ്ങളെ തെരഞ്ഞെടുത്ത് കൊല്ലാൻ നടക്കുന്ന ശത്രുവാണ്. അവിടെ വിധി വേറെയാണ്. എന്താണ്? അയാളുടെ കാര്യത്തിൽ പിന്നെന്താണ്? നിങ്ങളുടെ ശത്രുവാണെങ്കിൽ സത്യവിശ്വാസി അവർക്കൊരു അടിമയെ മോചിപ്പിച്ചാൽ മതിയാകും. കൊല്ലാൻ നടക്കുന്ന ആള് കയ്യബദ്ധത്തിൽ കൊന്നാൽ പോലും അവിടെ പോലും നമ്മളെ കൊല്ലാൻ നടക്കുന്ന ആളാ കാര്യം, പണ്ട് മറ്റേ 3 ആളെ കൊന്ന ആളാവന്. അതുകൊണ്ട് ഓന്റെ കാര്യത്തിൽ ആക്കെ കണ്ടത് കൂട്ടിക്കൊടിയെന്നല്ല, അവിടെയും അടിമനെ മോചിപ്പിക്കാന്നുള്ളൊരു കാര്യമുണ്ട്. ദിയ കൊടുക്കൂല. ദിയ കൊടുത്താൽ ചിലപ്പോ അതോടും കൂടി മുസ്ലിങ്ങളെ കൊല്ലാനുള്ള ഉണ്ട വാങ്ങാൻ സാധ്യത ഉണ്ടോ? മനസ്സിലല്ലേ? ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയും സൂക്ഷ്മമാണ് സുഹൃത്തുക്കൾ, ഇത്രയും സൂക്ഷ്മമാണ്. ഇപ്പൊ സൗദി അറേബ്യയിലുള്ള അവിടെ ജോലി ചെയ്യുന്ന ഒരു മുസ്ലിമിനെ ഒരാൾ കൊന്നാൽ എന്താ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ശിക്ഷ എന്താ അറിയോ? ഒരു സ്വർഗത്തിന്റെ ഗന്ധം പോലും കിട്ടൂല എന്നാണ്. മുആഹദിനെ കൊന്നാൽ, അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന് നികുതി കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയെ കൊന്നാൽ ഇസ്ലാമിന് ഈ കൊലപാതകത്തിൽ വ്യത്യാസമൊന്നുമില്ല, യാതൊരുവിധ വ്യത്യാസമല്ല. ശിക്ഷകൾ പറയുന്നിടത്തും ബാക്കി കാര്യങ്ങളിലും കൃത്യമായ നിർവചനം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നല്ലാഹ വദഅ അൻ ഉമ്മത്തി അൽ ഖതഅ വൻ നിസ്യാന മുസ്തഖ്രിഹു അലൈഹി. എന്താണ്? മറന്നുകൊണ്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ അബദ്ധത്തിൽ ചെയ്യുന്നതും നിർബന്ധപൂർവ്വം ചെയ്യുന്നതും അതിലൊക്കെ മതപരമായ വിധികൾ ഒഴിവാക്കി കൊടുക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ കാലത്ത് നടന്നൊരു സംഭവം പറയാം.
രണ്ട് സ്ത്രീകൾ തമ്മിൽ പോരടിച്ചു. അപ്പോ ഗർഭിണിയായ ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീ കയ്യബദ്ധത്താൽ കൊന്നുകളഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കയ്യബദ്ധമാണെന്ന് 100% ബോധ്യപ്പെട്ടതുകൊണ്ട് ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിനെ കൊന്നതിന് ഒരു അടിമയെ മോചിപ്പിക്കാൻ പറഞ്ഞു. ആ സ്ത്രീയെ കൊന്നതിന് കുടുംബങ്ങളോട് അവർക്ക് ദിയ കൊടുത്ത് അവരെ മോചിപ്പിക്കുന്ന കാര്യം നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോ ഒന്ന് നമ്മൾ പറഞ്ഞത് അബദ്ധത്തിൽ കൊല്ലുക. രണ്ട് നമ്മൾ പറഞ്ഞത് അബദ്ധത്തിലാണോ എന്ന് ചോദിച്ചാൽ അബദ്ധത്തിലാണ്, പക്ഷേ പൂർണ്ണമായും ലക്ഷ്യം വെച്ചുള്ള കൊലയല്ല. കൊല്ലാൻ വിചാരിച്ചിട്ടില്ല, ഒരു ചെറിയൊരു വടിയെടുത്ത് തല്ലി, അതുകൊണ്ട് കൊലപാതകം വിചാരിച്ചിട്ടില്ലല്ലോ. അപ്പൊ അവിടെയൊക്കെ നിയമങ്ങളുണ്ട്. ഇനി മൂന്നാമത്തത് മനഃപൂർവ്വമുള്ള കൊലപാതകമാണ്. ഇതിന് 3 കാര്യങ്ങളാണ്. മനഃപൂർവ്വം കൊന്നു എന്ന് വിചാരിക്കാം, ആയുധമെടുത്ത് ലക്ഷ്യപൂർവ്വം കൊന്നു എന്ന് വിചാരിക്കാം. അതിന് വധശിക്ഷയാണ് ഇസ്ലാം പറയുന്ന ഒന്നാമത്തെ കാര്യം കൊന്നവനെ കൊല്ലുക എന്നുള്ളതാണ്. 2 മോചനദ്രവ്യം കൊടുക്കാം, ബ്ലഡ് മണി കൊടുക്കാം. 3 ബന്ധുക്കൾക്ക് കുറ്റവാളികൾക്ക് മാപ്പ് കൊടുക്കാം. ഈ 3 രീതികളാണ് ഇവിടെ ഉള്ളത്. ഇനി ഇവിടെ ഇസ്ലാമിന്റെ മാനവികത മികച്ചു നിൽക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒമൻ ഖുത്ല മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലിവലിഹി സുൽത്താനാന, കൊല്ലപ്പെട്ട ആളുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം തീരുമാനിക്കാനുള്ള അവകാശം ആർക്കാണ്? അവരുടെ ബന്ധുക്കൾക്കാണ്. നമ്മുടെ രാജ്യത്തായിരിക്കാം പ്രസിഡന്റിനാണ്. എന്നെ ഒരാൾ കൊന്നു, ആ കൊന്ന ആളെ അവസാനം എന്നെ കൊന്ന ആളെ കൊല്ലണമെന്ന് കോടതി വിധിച്ചു. വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇന്ത്യന്റെ പ്രസിഡന്റിന് കൊലയാളിയുടെ കുടുംബത്തിന് ഒരു മാപ്പപേക്ഷ കൊടുത്താൽ പ്രസിഡന്റിന് വേണമെങ്കിൽ മാപ്പ് കൊടുക്കാം. സൗദി രാജാവിന് വരെ മാപ്പ് കൊടുക്കാൻ പറ്റൂല. സൗദി രാജാവിനൊക്കെ മാപ്പ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ അടുത്ത കാലത്ത് സൗദി അറേബ്യയിൽ ഉണ്ടായൊരു വിഷയമുണ്ട്. അതിന്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. നാട്ടിലെ മുഴുവൻ മനുഷ്യര് അവരുടെ അടുത്തുള്ള മുഴുവൻ സമ്പാദ്യം എടുത്തിട്ട് ഒരു മനുഷ്യന്റെ വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. സ്വർണ്ണ നാണയങ്ങളും ഇഷ്ടം പോലെ. അതിന്റെ വീഡിയോ ലഭ്യമാണ്. എന്താ? തന്റെ സുഹൃത്തിനെ കൊന്നുകളഞ്ഞു. അബദ്ധത്തിലാണ് കൊന്നുകളഞ്ഞത്. പക്ഷെ അത് അബദ്ധമാണെന്ന് ആർക്ക് തോന്നിയില്ല? വാപ്പാക്ക് തോന്നിയില്ല. കുറെ സാഹചര്യ തെളിവുകളിൽ നിന്ന് തന്റെ കൂട്ടുകാരൻ അബദ്ധത്തിലാണ് കൊന്നതെന്ന് മനസ്സിലാകാതിരുന്നപ്പോ, കോടതിയിലും അങ്ങനെ പൂർവ്വമാകാതിരുന്നപ്പോ അവസാനം എന്ത് ചെയ്തു? കോടതി ഓപ്ഷൻ കൊടുത്തു. മനഃപൂർവ്വമുള്ള കൊലപാതകം എന്ന് കോടതി വിധിച്ചപ്പോ കോടതി 3 ഓപ്ഷൻ കൊടുത്തു. 1 വധശിക്ഷ, 2 അഫു കൊടുക്കുക, 3 മോചന ദ്രവ്യം വാങ്ങിയിട്ട് അഫു കൊടുക്കുക. വാപ്പ പറഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞു. കുട്ടിന്റെ വാപ്പ പറഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞപ്പോ ഒരു നാട്, വീഡിയോ കിട്ടും, ഒരു നാട് മുഴുവൻ വന്നു. ശിക്ഷ നടപ്പിലാക്കുന്ന അവസാന നിമിഷം വരെ വാപ്പ വീട്ടിൽ നിന്ന് പുറത്തേക്കേ വന്നില്ല, കൊന്നുകളഞ്ഞു. രാജാവിന് പറ്റുമെങ്കിൽ രാജാവ് ഓർഡർ ഇടുമായിരുന്നു. രാഷ്ട്രീയ സ്വാധീനങ്ങളും പൊളിറ്റിക്കൽ ബാലൻസിങ്ങും വോട്ട് രാഷ്ട്രീയവും നമ്മുടെ രാജ്യത്ത് പ്രതികളെയും അല്ലാത്തവരെയും തീരുമാനിക്കുമ്പോ അല്ലെ എന്താ? പ്രോസിക്യൂട്ടർ വാദിക്കുന്നതിനനുസരിച്ച വിധി വരിക. നമ്മുടെ രാജ്യത്തെ സ്ഥിതിയാണിത്. നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ സ്ഥിതിയാണിത്. ഇവിടെയോ ആർക്കാണ്? കൊല്ലപ്പെട്ടവന്റെ കുടുംബങ്ങൾക്കാണ് അവസാന വാക്കു പറയാനുള്ള അവകാശം എന്നത് നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. എന്നാലോ അബദ്ധത്തിൽ കൊല ചെയ്തു, അതല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാതെ കൊല ചെയ്തു, ഇവിടുത്തെ മോചന ദ്രവ്യത്തിന്റെ കാര്യത്തിൽ ഇസ്ലാം നിയമം വെച്ചു. അത് കുടുംബം തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടെ കുടുംബത്തിനൊരു, ഇപ്പോ നമ്മളെ വണ്ടി തട്ടിയിട്ടൊരു മരിച്ചു, അത് അബദ്ധത്തിലുള്ളതാണ്, 100% ഓവർ സ്പീഡ് അല്ല, ഒക്കെ ബോധ്യപ്പെട്ടപ്പോ കോടതി വിധിച്ചു ഇയാൾ ഇതൊരു അബദ്ധത്തിലുള്ള കൊലയാണെന്ന് വിധിച്ചാൽ അവിടെ കുടുംബത്തിന് ഓപ്ഷൻ ഉണ്ട്. അവിടെ കുടുംബത്തിന് ദിയ കൊടുക്കുമ്പോൾ 100 ഒട്ടകത്തിന്റെ അത്ര ചോദിക്കാവൂ, അല്ലാതെ ബില്യൺ കണക്കിന് ഡോളേഴ്സ് ചോദിക്കാൻ പറ്റില്ല. 100 ഒട്ടകത്തിന്റെ എമൗണ്ട് ചോദിക്കാം. ഇനി മനഃപൂർവ്വം നടന്ന കൊലയാണെങ്കിലോ മോചന ദ്രവ്യത്തിന്റെ അധികമായി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുസാലഹ ചോദിക്കാൻ പറ്റുന്നതാണ്. മൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ ദുഫിയ ഇല ഔലിയാഹിൽ മഖ്തൂൽ ഫഇൻ ശാഉ ഖതലു ഫഇൻ ശാഉ അഖദ ദിയ വഹിയ 30 ഹിഖ്ഖ വ30 ജർഅ വ40 ഖലീഫ വമാ സലഹു അലൈഹിം ഫഹും ലഹും. ഇങ്ങനെ എല്ലാം വൃത്തിക്ക് ഇസ്ലാം നിർവചിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിയെ മനഃപൂർവ്വം കൊന്നാൽ അതിലെ തീരുമാനം കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ രക്ഷാധികാരിയിൽ നിക്ഷിപ്തമാണ്. അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ കൊല്ലാം, അല്ലെങ്കിൽ അവർക്ക് രക്തത്തിന്റെ ബ്ലഡ് മണി എടുക്കാം. അത് 30 ഹെക്ടയാണ്, 4 വയസ്സായ 30 ഒട്ടകങ്ങൾ, അല്ലെങ്കിൽ 30 ജസായാണ് 5 വയസ്സായ 30 ഒട്ടകങ്ങൾ, അതല്ലെങ്കിൽ 40 ഹലിഫയാണ്, എന്താണ്, ഗർഭിണിയായ ഒട്ടകം.
അങ്ങനെ അവർ പരസ്പരം ഒരു സുൽഹിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ നിർവഹിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അത് അവർക്ക് ആ നിലക്ക് ചോദിക്കാനും വാങ്ങാനുമുള്ള അവകാശം ഇസ്ലാം കൊടുത്തിട്ടുണ്ട് എന്നാണ്. നോക്കൂ നിങ്ങൾ, കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടവർ എല്ലാവരും വധശിക്ഷയിൽ യോജിക്കണം. എല്ലാവരും വധശിക്ഷയിൽ യോജിക്കണം. ഇപ്പൊ ഒരാള് എക്സ് എന്ന് പറഞ്ഞ വ്യക്തിനെ കൊന്നു, അയാൾക്ക് 5 മക്കളുണ്ട്. 5 മക്കളിൽ ഒരു മോൻ പറയാണ് അഫു കൊടുക്കാം, ആ മോന്റെ തടുക്കുക. അതാണ് ഇസ്ലാം അഫൂമക്കാണ് എപ്പോഴും പോയത്. ആ വ്യക്തിന്റെ തടുക്കുക. ബാക്കിയുള്ളവർക്കോ കിട്ടണ ഞാനാണ് അഫു കൊടുത്തത്, അതുകൊണ്ട് എനിക്ക് കിട്ടിയ $, ഞാൻ മാത്രം എടുക്കുന്നല്ല, അവരുടെ അവകാശമാണ് അവർക്ക് കൊടുക്കണം. ഇസ്ലാം ശക്തമായി പഠിപ്പിച്ചു. ഇനി മാത്രല്ല, കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും അഭിപ്രായങ്ങൾക്ക് കാത്തു നിൽക്കും. എക്സ് എന്ന് പറഞ്ഞ വ്യക്തി മരിക്കുമ്പോ ഭാര്യ ഗർഭിണിയാണ്, ഒരു കുട്ടി ജനിച്ചിട്ടില്ല, ജനിച്ച കുട്ടി പ്രായപൂർത്തിയാകണത് വരെ കാത്തു നിൽക്കും. അവനോട് ചോദിക്കും ഉപ്പാന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം. മനസ്സിലായില്ലേ? അതാണ് ഇസ്ലാമിന്റെ വിധിയും നിയമവും, അല്ലെ? അങ്ങനെയാകുമ്പോൾ റിയാസ് മൗലവി, അദ്ദേഹത്തെ പോലെ കൊല ചെയ്യപ്പെട്ട ആളുകൾ അവർ ഒരിക്കലും നീതി ലഭിക്കാതെ പോവുകയില്ല. ഇസ്ലാമിക നിയമങ്ങൾ അത്ര ക്ലിയർ ആയി യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ ശരിയാം ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇനി സംഘം ചേർന്നാണ് കൊന്നതെന്ന് വിചാരിക്കാം, 10 ആൾ കൂടിയിട്ട് ഒരാളെ കൊന്നു, എല്ലാവർക്കും നടപ്പിലാക്കും. ഒരാൾക്ക് വേണ്ടി അപ്പോൾ അവിടെ 10 ആൾക്കും തുല്യായിട്ടാണ്. കൊല്ലാന്നാണെങ്കിൽ 10 ആളെ കൊല്ലും, കൂട്ടം ചേർന്നാണ് ചെയ്തെങ്കിൽ. നോക്കൂ നിങ്ങൾ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന ഗുലാമൻ ഖുതില ഗീലതൻ, ചതിയിലൂടെ ഒരാൾ കൊല ചെയ്യപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ചതിയിലൂടെ 4-5 ആളുകൾ ചേർന്നിട്ട് ഒരാളെ കൊന്നു. അപ്പോഴോ ഫഖാല ഉമർ പറയാണ്, ലൗ ഇശ്തറക ഫീഹാ അഹ്ലു സ്വനഅ ലഖതലഹും. സ്വനഅയിൽ നിന്നുള്ള 5 ആളല്ല ഇപ്പൊ കൊന്നത്, സ്വനഅയിലെ 1000 ചേർന്നാണ് കൊന്നതെങ്കിൽ അവരെ മുഴുവൻ ഞാൻ കൊല്ലും ഒരാളെ കൊന്നതിന്. അതാ ഇസ്ലാമിന്റെ നിയമം, അതാണ് ഇസ്ലാമിന്റെ വിധി. അതുകൊണ്ട് പ്രതികാര നടപടി ഒരിക്കലും കാടത്തമല്ല, അത് ഏറ്റവും ശരിയായ ഇസ്ലാമിന്റെ സമീപനമാണ് എന്ന് നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച വലിയ തത്വമാണിത്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണം എന്ന് ബോധിപ്പിക്കുകയാണ്. വലക്കും ഫിൽ ഖിസാസി ഹയാത്തു യാ ഉലിൽ അൽബാബ് ലഅല്ലക്കും തത്തഖൂൻ. ശരിക്കും പ്രതികാര നടപടിയിൽ നിങ്ങൾക്ക് ഒരുപാട് ചിന്തിക്കാണ്ട് മനുഷ്യന്മാരെ, ഒരുപാട് ചിന്തിക്കാണ്ട്. അത് നിങ്ങൾക്ക് ഗുണേ ചെയ്യുള്ളൂ. അങ്ങനത്തെ നിയമങ്ങൾ ഗുണേ ചെയ്യുള്ളൂ. പരസ്യമായി ചെയ്യാം, അല്ലേ? ഇപ്പോൾ നമുക്ക് ക്രൈം റേറ്റ് എടുക്കാം. ഓരോ രാജ്യത്തും നടക്കുന്ന ക്രൈം റേറ്റ് കൃത്യമായിട്ട് കിട്ടും. കൊലപാതകത്തിന്റെ എണ്ണം എന്താണ്? ഇത്തരം ശിക്ഷാ നടപടികൾ നടപ്പിലാക്കുന്നിടത്ത് കൊലപാതകത്തിന്റെ എണ്ണം കുറയാൻ കാരണം എന്താണ്? ആക്രമണങ്ങൾ കുറയാൻ കാരണം അതാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്തോടെ നമ്മൾ പഠിപ്പിച്ചത്. അബൂ അലി പറഞ്ഞിട്ടുണ്ട്, ജഅല അല്ലാഹുൽ ഖിസാസ ഹയാതൻ. ശരിക്കും ഖിസാസ് എന്നുള്ളത് ആളുകൾക്ക് ജീവൻ നൽകുന്നതാണെന്ന് പറയാൻ കാരണം, ഫകം മിൻ റജുലിൻ യുരീദു അൻ യഖ്തുൽ. കൊല്ലാൻ വിചാരിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. ഫതംനഉഹു മഖാഫത അൻ യുഖ്തൽ. തിരിച്ച് കൊല ചെയ്യപ്പെടുന്നുള്ളത് മാത്രമാണ് അയാളെ കൊലയിൽ നിന്ന് തടയുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ പറയുന്ന വ്യക്തിയുടെ കൊലയുമായി ബന്ധപ്പെട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടത് അത് വളരെ യാദൃച്ഛികമായി നടന്നൊരു സംഭവമാണ് എന്നല്ല. അതിന്റെ വിശദാംശങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്, അല്ലേ? അദ്ദേഹം മൊഴി കൊടുത്തപ്പോൾ ആ ബേജാറിലും പേടിയിലൊക്കെ എന്ത് ചെയ്തു, ഒരു സംഘം വന്ന് എന്നെ ആക്രമിച്ച് കെട്ടിയിട്ടതാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലൊരു വ്യക്തിനെ വിളിച്ചു വരുത്തി കെട്ടിയിടുന്ന ഒരു അതൊരു ഏതൊരു വ്യക്തിക്കും ആ ഒരു ബേജാറിൽ വരുന്നൊരു കാര്യമാണ്. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ, അല്ലെ? ഏതൊരു വ്യക്തിക്കും ഇനിയിപ്പോ രക്ഷപ്പെടാൻ എന്താ പഠിച്ചോനെ ചെയ്യാം, ഈ കുട്ടിന്റെ ജീവൻ അപകടത്തിലാണല്ലോ. അപ്പൊ കോടതി ഫൈൻഡ് ചെയ്തത് ആ ഉപകരണം എടുത്ത് മൂക്കിൽ വെച്ചു കൊടുക്കായിരുന്നു. അതൊന്നും ചെയ്യാതെ ഇത് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അത് ഏറ്റവും അടിയിലെ കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയപ്പോൾ സ്വാഭാവികമായും മനഃപൂർവ്വമുള്ളതാണെന്ന് സാഹചര്യ തെളിവുകളിൽ നിന്ന് തോന്നിയത് കൊണ്ട് എന്ത് ചെയ്തു, ശിക്ഷ വിധിച്ചു. അങ്ങനെ വിധിക്കപ്പെട്ടിട്ട് പോലും അതിലൊരു എക്സ്റ്റൻഷൻ ഉണ്ട് ഇസ്ലാമിൽ. എന്താണ്? അയാൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ എന്താണ്, ബ്ലഡ് മണി എന്നുള്ളൊരു സിസ്റ്റം നടപ്പിലാക്കി. അതിന് ആർത്തിയായും കൊതിയായും നമ്മൾ വിലയിരുത്തണ്ട. തിരിച്ച് ആ സ്ഥാനത്ത് നമ്മളെ വിചാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ എത്രയും പെട്ടെന്ന് കുടുംബത്തിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് ദീനി രംഗത്ത് കൂടുതൽ ഉയർച്ചയോടെ പ്രവർത്തിക്കാനും മുന്നോട്ട് പോകാനുമുള്ള അവസ്ഥ അല്ലാഹു കൊടുക്കുമാറാകട്ടെ. ഇതുപോലത്തെ ചർച്ചകളും വിഷയങ്ങളും വിവാദങ്ങളും ഒക്കെ ദീനി കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം നമുക്കും നമ്മളെപ്പോലെ എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ
റമളാനിൻ്റെ ചൈതന്യം ജീവിതത്തിൽ തുടർത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഒരുപാട് ആളുകൾക്കുള്ളത്. ജമാഅത്ത് നിസ്കാരം, സുന്നത്ത് നോമ്പുകളൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഖുർആൻ പാരായണം മുടങ്ങാതെ ഈ ദിവസം വരെ കൊണ്ടുവന്നവരുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് വെക്കേഷനാണ്, അവരുടെ അവധിക്കാലത്ത് അവരുടെ ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിലേക്കൊക്കെ അവരെ എത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടാകുക. അടുത്ത ആഴ്ച അവധിക്കാലത്തെ കുട്ടികളോടുള്ള ഒരു എന്തൊക്കെ സമീപനങ്ങൾ സ്വീകരിക്കണം എന്നുള്ള വിഷയം നമുക്ക് പറയാം. പറ്റുന്ന ആളുകളൊക്കെ ഭാര്യമാരെ കൂടി ജുമാഅത്ത് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ മുഅ്മിനുകളിൽ മുഖ്ലിസുകൾ അവനെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതം മുഴുവൻ നടപ്പിലാക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين.